കുറെ കൗമാര സമയത്തെ പൊട്ടത്തരങ്ങൾ, കാണുന്നതെല്ലാം പ്രണയമാണെന്നോ കാണുന്നതെല്ലാം ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നതെന്നോ തിരിച്ചറിവില്ലാത്ത ഒരു പെൺകുട്ടി അതിനെ വേട്ടയാടണം. ഓടി രക്ഷപ്പെടാനെങ്കിലും കഴിയുന്നതിനെ ആയിരിക്കണം വേട്ടയാടുന്നത്, അല്ലേ? ആ വേട്ടയാടിയത് ഒന്നിനും ശേഷിയില്ലാത്തൊരു കുഞ്ഞിന്. അതിനുശേഷമോ സഭയ്ക്കെതിരെ സംസാരിക്കാൻ ഭയന്നിട്ട് 2 മാതാപിതാക്കളെ അവർ വിലക്കെടുത്തു. 5 കുഞ്ഞുങ്ങളിൽ മൂത്തവളെയാണ് ഇത്തരത്തിൽ നല്ലിടയൻ പീഡിപ്പിച്ചു പോയത്. 100 ആട്ടിൻകുഞ്ഞുങ്ങളിൽ ഒന്നിനെ കാണാതെ പോയാൽ അതിനെ കിട്ടും വരെ തിരഞ്ഞുപോയി കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇടയൻ നല്ലിടയൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളത്. അല്ലാതെ 100 എണ്ണത്തിൽ 1 എണ്ണത്തിനെ അടിച്ചുമാറ്റി സ്വന്തം കിടപ്പറയിൽ എത്തിക്കുന്നവനെ ഇടയനെന്ന് വിളിക്കരുത്. അവനെ വിളിക്കേണ്ടത് വേട്ടക്കാരനൊന്നുമല്ല, സാത്താൻ എന്നാണ്. അതെ, കൊട്ടിയൂർ പീഡനത്തിലെ ഫാദർ വികാരിയെ വിളിക്കേണ്ടത് ഫാദർ വികാരി എന്നല്ല, സാത്താൻ വികാരി എന്നാണ്. ലൂസിഫർ, ദ റിയൽ ലൂസിഫർ. സഭാവസ്ത്രമിട്ടുകൊണ്ട് പെണ്ണ് പിടിച്ച ലൂസിഫർ, അയാൾക്ക് ആ പേരാണ് ചേരുക. അയാളെ അങ്ങനെയാണ് വിളിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇയാൾക്ക് ഇത്ര കാമപൂർത്തീകരണം തീർക്കാൻ? ഇത്രയ്ക്ക് അയാൾക്ക് അടക്കാൻ വയ്യായിരുന്നുവെങ്കിൽ ഇയാൾക്ക് വല്ല ബോംബെയിലെ ചേരിയിൽ പോകണമായിരുന്നു, ഇല്ല സഭാവസ്ത്രം ഊരിക്കളയണമായിരുന്നു. ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞിനെ, ഇത്തിരിയില്ലാത്ത ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി ആശാനുസരണം ഉപയോഗിച്ചിട്ട് അവള് ഗർഭിണിയായി. എടോ പൊട്ടൻ പാതിരി, തനിക്കൊരു കോണ്ട ഉപയോഗിച്ചുകൂടായിരുന്നോ? അതിന്റെ ജീവിതം തകർത്തു. അതിന്റെ കൂട്ടത്തില് അതിന് വളർത്താൻ അതിന്റെ തലയ്ക്ക് ഒരു മാതൃത്വം എന്ന ഭാവം ആ 10 മാസം അതിനെ അനുഭവിപ്പിച്ചിട്ട് മുലപ്പാല് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ, നെഞ്ചോട് ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ആ കുഞ്ഞിനെ വരെ പറിച്ചു കളഞ്ഞ സഭാ നേതൃത്വം. നാണം കെട്ടത്, നാണക്കേട്. സഭ ഇങ്ങനെ അനാഥാലയം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പാതിരിമാരുണ്ടാക്കുന്ന മക്കളെ വളർത്താനാണോ? കഷ്ടമാണ്. ഞങ്ങളെ പോലെയുള്ള ക്രിസ്ത്യാനികൾക്ക്, ഞാനൊക്കെ ജനിച്ചു വളർന്നത് പാരമ്പര്യ ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ്. എന്നെ ഇപ്പോഴും ഫിജോ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന എന്തിനാണ് കുമ്പസാരക്കൂടിന്റെ അടുത്ത് പോയ സ്ത്രീകളെ ഇപ്പൊ സംശയത്തോടെ സമൂഹം നോക്കുന്നു? നാണക്കേടാണിത്, നാണക്കേട്. എന്നിട്ട് രാവിലെ മാനന്തവാടി ബിഷപ്പ് രാവിലെ ഒരു മാപ്പ് ലേഖനം എഴുതി വിട്ടു. മാപ്പ് ലേഖനം കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീത്വം, അവളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ തിരിച്ചു കിട്ടുമോ? സമൂഹത്തിലെ അന്തസ്സ് തിരിച്ചു കിട്ടുമോ? നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചു കിട്ടുമോ? കഴിഞ്ഞ ദിവസം ഞാന് കുട്ടിയെ ഏറ്റെടുത്ത അനാഥാലയത്തിലെ കന്യാസ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. നിനക്ക് ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകാമായിരുന്നുവല്ലോ എന്ന് വളരെ ലാഘവത്തോടെ. ആ ചോദ്യത്തിൽ നിന്നാണ് മഠം വിട്ടുപോയ സിസ്റ്റർ മേരിയുടെയും സിസ്റ്റർ ജസ്മിയുടെയും ഒക്കെ അനുഭവ കുറിപ്പുകൾക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത്. കന്യാസ്ത്രീ മഠങ്ങൾ തന്നെയായിരിക്കണം. കർത്താവിന്റെ മണവാട്ടികൾ കർത്താവിന്റെ മാത്രം മണവാട്ടികളായിരിക്കണം. അല്ലാതെ കർത്താവിന്റെ ഇടയന്മാരുടെ കൂട്ടിക്കൊടുകാരാവരുത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നെ പോലെയുള്ള സമൂഹത്തിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന സ്ത്രീകൾ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും. അഭയ കൊലക്കേസ് ദുരൂഹമായി തുടരുന്നത് പോലെ ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. 48 വയസ്സുള്ള ഫാദർ റോബിന് മഴ നനഞ്ഞു നിന്ന 16-കാരിയെ കണ്ടപ്പോൾ ലിംഗോധാരണം സംഭവിച്ചുവെങ്കിൽ അയാളെ പുരോഹിതനായി കാണുന്നതിന് ഈ സമൂഹത്തിന് കഴിയില്ല. അയാളെ നേരാവണ്ണം നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു കൊച്ചിനെ കെട്ടിച്ചൂടായിരുന്നു. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അയാളുടെ മകളെ കെട്ടിച്ചുവിടാനുള്ള പ്രായം ഉണ്ടാവുമായിരുന്നു. പോയി പീഡിപ്പിച്ചിട്ട് വന്നിട്ട് ആദ്യം 10 ലക്ഷം രൂപ കൊണ്ടേ കൊടുത്ത് ഒതുക്കി. നാണം കെട്ട ജന്തുക്കൾ. ഇപ്പൊ വരും എന്റെ ലൈവിനെ പൊക്കിയെടുത്തോണ്ട് സഭയെ തെറി വിളിച്ചെന്ന്. സഭയെ തെറിയല്ല വിളിക്കേണ്ടത്, ചെരിപ്പൂരി അടിക്കുക വേണ്ടത്. ഇതുപോലെയുള്ള വിഷജന്തുക്കളെ വളർത്തിയത് സഭയാണ്.
ഇതുപോലെയുള്ള വിഷജന്തുക്കളെ പോറ്റിയത് ഈ സഭയാണ്. ഇതുപോലെയുള്ള വിഷജന്തുക്കൾക്ക് കിടക്ക വിരിക്കാനുള്ള ധൈര്യം കൊടുത്തത് സഭയാണ്. ഇത് ചെയ്യരുതായിരുന്നു. ഒരു തെറ്റ് പറ്റിയപ്പോ നിങ്ങൾ ഒരു പുരോഹിതനെ തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു പുരോഹിത സമൂഹം മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. സഭാ നേതൃത്വം പിതാവിന്റെ അരമനയിലെ കട്ടൻ പൊതിയിൽ പൊതിഞ്ഞു പിടിക്കരുത് ഇത്തരം നരാധമന്മാരെ. നാണക്കേട്. എന്തിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള ജന്തുക്കളെ നിങ്ങൾ വളർത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? ഓരോ പത്രങ്ങൾ ഓരോ കഥകൾ എഴുതി വിടുന്നത് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. സലീഷെ, സഭയിലിരിക്കുന്നവര് കൂട്ടിക്കൊടുപ്പുകാര് തന്നെയാ ഒരു പരിധി വരെ. അല്ലെങ്കിൽ ഒരു 16 വയസ്സുള്ള പെൺകൊച്ചിനെ പീഡിപ്പിച്ച് പ്രസവിപ്പിച്ചവൻ അവൻ നാട് വിട്ടു പോകാനുള്ള ഒത്താശയും ചെയ്ത് ആ കുഞ്ഞിനെയും പിടിച്ചു മാറ്റി ആ പ്രസവം രഹസ്യമാക്കി വെച്ചവരെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് തന്നെയാ വിളിക്കേണ്ടത്. അതെ, അത് തന്നെ വിളിക്കേണ്ടത്. ഇനിയും വിളിക്കും, അങ്ങനെ തന്നെ വിളിക്കും. നേരിട്ട് കണ്ട കാരണം ബാക്കിലൊന്ന് പൊട്ടിച്ചും കൊടുക്കും. സഭ കൂട്ടിക്കൊടുപ്പുകാരല്ല പോലും. 100 എണ്ണം നല്ലതുണ്ടെങ്കിൽ 2 എണ്ണം മതി മോശമായിട്ട് ഇതുപോലെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് അപരാധം കേൾപ്പിക്കാനായിട്ട്. ഒരു ചരുവം പാലിൽ ഒരു തുള്ളി മത്തിനെയും മതി സുഹൃത്തുക്കളെ. ഈ പറയുന്ന ഒരെണ്ണം മതി സഭയ്ക്ക് കളങ്കമാവാൻ. എത്രയോ കാലമായിട്ട് ഈ കാര്യം ഒരെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് അത് കാലമൊന്നും ആയില്ലല്ലോ. ആയോ? അതും വിദേശത്തോട്ട് പോകാൻ വേണ്ടി സഭ എടുത്തോണ്ട് പോയി എയർപോർട്ടിന്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോ കൊണ്ടുവന്നു. അതും ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനിട്ട് പീഡിപ്പിച്ചില്ല. അച്ഛന്മാർക്ക് എന്താ 12 വയസ്സ് 16 വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് രോഗം എന്താ അച്ഛന്മാർക്ക്? ഇത്ര സഹികേടാണോ അവർക്ക്? എന്റെ പൊന്നു സഖാവേ, ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് കുമ്പസാരിക്കാനും ഇല്ല, കുർബാന കൊള്ളാനും ഇല്ല. അത് പണ്ടേ നിർത്തിയതാ. ഞാൻ ഈ കുമ്പസാരക്കൂടിന്റെ അടുത്തോട്ട് പോകുന്ന പെണ്ണുങ്ങളെ മുഴുവൻ സംശയമായിട്ട് പോകണം. കാരണം ഏതാണ്ട് ഒരു 10 കൊല്ലമായിട്ട് ഞാൻ ആ വഴിക്ക് പോകാത്തോണ്ട് കുഴപ്പമില്ല, സമാധാനമുണ്ട്. ക്രിസ്ത്യാനികളുടെ മുഴുവൻ കൊണ്ട് ഇതിനൊന്നും വരണ്ട. ഞാൻ ഇത് തന്നെ പറയും, മുഖത്ത് നോക്കി പറയും. കേട്ടല്ലോ? ഈ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാ വന്നത്. ഇരയ്ക്കൊപ്പോ അല്ല, വേട്ടക്കാരനൊപ്പോ അല്ല. പക്ഷെ ഇങ്ങനത്തെ തന്തയില്ലാത്തരം കണ്ടു കഴിഞ്ഞാൽ ചെകിടടിച്ചു പൊളിക്കും. അതിന് ഏത് ഫാദർ ആയാലും കൊള്ളാം, ഏത് ബിഷപ്പായാലും കൊള്ളാം, ഏത് കന്യാസ്ത്രീ അമ്മ ആയാലും കൊള്ളാം. ഇവരെ പോലെയുള്ളവര് നല്ല പുരോഹിതന്മാരെ, ഈ പൗരോഹിത്യത്തെ ജീവനായിട്ട് കാണുന്നവരെ, ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നല്ല പുരോഹിതന്മാർക്ക് കൂടെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കും. അവർക്കെതിരെ സഭ പ്രതികരിക്കണം. സഭ ഇതിനെയൊക്കെ കോളറിനെടുത്ത് വെളിയിൽ കളയാൻ ശ്രമിക്കുക. അല്ലാതെ മാപ്പവേഷം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ബിഷപ്പ് മാനന്തവാടി ബിഷപ്പിനോടൊരു അപേക്ഷ. എന്റെ പൊന്നു ബിഷപ്പെ, പിതാവെ, നിങ്ങള് ഒരു വെള്ളക്കടലാസ് എടുത്തു വെച്ച് ഒരു പേന കൊണ്ട് 4 വരി മാപ്പ് എഴുതിയാൽ നഷ്ടം തിരിച്ചു കിട്ടുന്നൊന്നുമല്ല. നിങ്ങളുടെ വിശ്വാസ സമൂഹത്തിലെ പെൺകുട്ടിക്ക് കിട്ടിയത്. നിങ്ങൾ ഫാദർ റോബിനെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ധീരമായ നടപടി കാണിക്കുക. ഈ സമൂഹം സഭയ്ക്കൊപ്പം നിൽക്കും. അല്ലാതെ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. പറയാനുള്ളത് പറയണം. എവിടെയായാലും, സ്ത്രീ ആയാലും പുരുഷനായാലും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും അത് ഒരേ സമയം ചെയ്യണം. അല്ലാതെ ഈ ആളുകളെ മുഴുവൻ താങ്ങിപ്പിടിക്കരുത്. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് മകളുടെ മാനത്തിനെ ഫാദർ റോബിന്റെ ലോഹക്കടിയിൽ താത്തിയവർക്ക് അവരോട് എനിക്കൊന്നും പറയാനില്ല. അവരുടെ നിസ്സഹായതാവസ്ഥയാണെന്ന് ലോകം മുഴുവൻ പറയുന്നു. ശരി, ഞാനത് അംഗീകരിച്ചു. ഇനി ഒരു 10 ലക്ഷം രൂപയുമായിട്ട് ഒരു മാതാപിതാക്കളുടെയും അടുക്കലേക്ക് ഒരു പുരോഹിതൻ നടക്കാതിരിക്കട്ടെ. അതിനു വേണ്ടുന്ന നടപടികൾ ചെയ്യാൻ സഭയ്ക്ക് കഴിയണം. അപ്പോ സഭ സഭയാകും. ഇല്ലെങ്കിൽ സഭ കൂട്ടിക്കൊടുപ്പുകാർ തന്നെയാകും.